കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ദ്രോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ സർക്കാർ നിലപാട് മാറ്റി. ഗാനത്തിനെതിരെ ഇനി പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ മെല്ലെ പോക്കുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ADGP ജില്ലാ പോലീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഗാനം നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മെറ്റയിലേക്കോ ഗൂഗിളിലേക്കോ കത്ത് അയക്കില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് രാജ്യസഭയും പാസാക്കി. കടുത്ത പ്രതിഷേധത്തിനിടെയാണ് നീക്കം. കഴിഞ്ഞ ദിവസം ലോക്സഭയിലും ബില്ല് പാസാക്കിയിരുന്നു. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതുപോലെ ഈ ബില്ലും പിൻവലിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി ബില്ലിൻ്റെ പകർപ്പുകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. എന്നാൽ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് ബില്ല് കൊണ്ടുവരുന്നത് എന്നും പ്രതിഷേധിക്കുന്നതിലൂടെ പ്രതിപക്ഷം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെ അവഹേളിക്കുകയാണെന്നുമായിരുന്നു മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പ്രതികരണം. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ SHO മർദ്ദിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതാണോ നിങ്ങളുടെ സ്ത്രീ സുരക്ഷയും ജനമൈത്രി പോലീസും എന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയും സർക്കാരും പൂർണ്ണ പരാജയമാണെന്നും കുറ്റപ്പെടുത്തി. കൈക്കുഞ്ഞുമായി സ്റ്റേഷനിലെത്തിയ ഗർഭിണിയെ SHO മർദ്ദിച്ച സംഭവം കേരള പോലീസിൻ്റെ കൊടും ക്രൂരതയാണ് വെളിപ്പെടുത്തുന്നതെന്ന് VD സതീശൻ പറഞ്ഞു. മർദ്ദനത്തിന് പിന്നാലെ യുവതിക്കെതിരെ കള്ളക്കേസെടുത്തത് അധികാര ദുരുപയോഗമാണ്. എന്തൊരു പരാജയമാണ് മുഖ്യമന്ത്രി, നിങ്ങളും നിങ്ങളുടെ സർക്കാരും. പോലീസിലെ ക്രിമിനലുകളെ ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ അനുവദിക്കരുത്. കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ SHO പ്രതാപ് ചന്ദ്രന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG-യാണ് സസ്പെൻഡ് ചെയ്തത്. പ്രതാപ് ചന്ദ്രനെതിരെ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. DGPക്കാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. പിന്നാലെ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടിരുന്നു. ADGP H. വെങ്കിടേഷിനാണ് അന്വേഷണ ചുമതല. നിലവിൽ അരൂർ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥനാണ് പ്രതാപ് ചന്ദ്രൻ. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച 2 പേരുടെ അവയവദാനത്തിലൂടെ 12 പേർക്ക് പുതുജീവൻ. മസ്തിഷ്ക മരണം സംഭവിച്ച 8 വയസ്സുകാരൻ 7 പേർക്കും 53 വയസ്സുകാരൻ 4 പേർക്കുമാണ് പുതുജീവനേകിയത്. ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായ 8 വയസ്സുകാരൻ്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. കൊല്ലം നിലമേലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റാണ് 8 വയസ്സുകാരൻ മരണപ്പെട്ടത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. കുട്ടിയുടെ ലിവർ, കിഡ്നി, കോർണിയ, ഹാർട്ട് വാൾവ് എന്നിവയാണ് ദാനം ചെയ്തത്. 5 പേർക്ക് പുതുജീവൻ നൽകിയാണ് കവടിയാർ ജവഹർ നഗർ സ്വദേശി ദിവാകർ S. രാജേഷ് യാത്രയായത്. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ദിവാകറിൻ്റെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. തീവ്രമായ ദുഃഖത്തിലും അവയവദാനത്തിന് സന്നദ്ധരായ ദിവാകറിൻ്റെ കുടുംബാംഗങ്ങളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. സംവിധായകയോട് ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ മുൻ MLAയും സംവിധായകനുമായ PT കുഞ്ഞുമുഹമ്മദിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി ശനിയാഴ്ച വിധി പറയും. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം കഴിഞ്ഞ 21 ദിവസത്തിന് ശേഷമാണ് സംവിധായക പരാതി നൽകിയതെന്ന് PT കുഞ്ഞുമുഹമ്മദ് വാദിച്ചു. അതും മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് പരാതി നൽകിയത്. കേസ് ഫയൽ ചെയ്യുന്നതിനു മുമ്പ് ഗൂഢാലോചന നടന്നുവെന്ന് അത് തെളിയിക്കുന്നു.
പരാതിക്കാരി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയിൽ അംഗമാണ്. മറ്റു അംഗങ്ങൾ കൂടിയുള്ള സമയത്താണ് സംഭവം നടന്നതെന്നാണ് പരാതിയിലെ ആരോപണമെന്നും പി.ടി. കുഞ്ഞുമുഹമ്മദ് ചൂണ്ടിക്കാട്ടി. റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില താഴേക്ക്. പവന് 480 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില 98,400 രൂപയാണ്. ഗ്രാമിന് 60 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 12,300 രൂപ. സംസ്ഥാനത്ത് സ്വർണ്ണവില 99,280 രൂപയിലെത്തി സർവകാല റെക്കോർഡ് ഇട്ടിരുന്നു. 1 ലക്ഷവും കടന്നു കുതിക്കുമെന്നാണ് തോന്നിപ്പിച്ചതെങ്കിലും വില കൂടിയും കുറഞ്ഞും വരുന്നതാണ് വിപണിയിൽ കാണുന്നത്.